ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ട്രാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഇൻ ദിസ് വീഡിയോ വി വിൽ ബി കവറിംഗ് ദ മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് LPP, assumptions, uses and application, limitation, formulation of linear programming problems and first solution, that is graphical solution. സോ ആദ്യമായി തന്നെ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. സോ നമ്മുടെ പ്രസൻറ്റ് സെനാരിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ്. സോ ലിമിറ്റഡ് റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ദർ കംസ് ഒത്തിരി കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു സ്റ്റീൽ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കാം. സോ ഡെയിലി ലിമിറ്റ് ഓഫ് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ടാകും. അതേപോലെ അതിൻ്റെ വർക്കേഴ്സ് പെർ ഡേ ഒരു സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. സോ ആ ലിമിറ്റൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ മാക്സിമം നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ലീനിയർ പ്രോഗ്രാമിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ആൻ ഒപ്റ്റിമം പ്രോഗ്രാം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഇസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ മിനിമൈസ് കോസ്റ്റ്. അതായത് കോസ്റ്റ് ആണെങ്കിൽ അത് മിനിമൈസ് ചെയ്യണതായിരിക്കും നമ്മുടെ LPPയുടെ ഒബ്ജക്റ്റീവ്, ആൻഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യണതായിരിക്കണം നമ്മുടെ LPPയുടെ ഒബ്ജക്റ്റീവ്. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, യെസ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതായത് ഒരു മിനിമൈസിങ് അല്ലെങ്കിൽ മാക്സിമൈസിങ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റില്ല, LPP എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി സം ഒബ്ജക്റ്റീവ്. ദെൻ സബ്ജക്റ്റ് ടു മെനി ലിമിറ്റേഷൻസ് നോൺ ആസ് കൺസ്ട്രെയിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പെർ ഡേ നമുക്ക് കുറച്ച്, അതായത് 100 സ്റ്റീലാണ് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതൊരു കൺസ്ട്രെയിൻ ആണ്. ആ ഒരു കൺസ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ആ കൺസ്ട്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ LPP ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. Then these constraints are expressed in the form of inequalities or equations. So ഈ ഒരു കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ മെയിൻലി നമ്മുടെ LPP ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻസ്, അതായത് ഇനീക്വാളിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ LPP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ പേർപ്പസിനെ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കേണ്ട മെയിൻ കാര്യം, ഇപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ അത് എപ്പോഴും മാക്സിമൈസ് ആയിരിക്കും ചെയ്യേണ്ടത്, ആൻഡ് കോസ്റ്റ് ആണെങ്കിൽ എപ്പോഴും മിനിമൈസ് ആയിരിക്കും ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഇസഡ് ഇക്വേഷൻ. അതാണ് ഒബ്ജക്റ്റീവ്. ദെൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. സോ കൺസ്ട്രെയിൻസ്, അപ്പോൾ കൺസ്ട്രെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു LPP സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് ഇൻട്രൊഡക്ഷൻ അബൌട്ട് LPP. അടുത്തതായി ബേസിക് അസംപ്ഷൻസ് ഓഫ് LPP എന്താണെന്ന് നോക്കാം. അതായത് നമ്മളൊരു LPP സോൾവ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് പ്രൊപ്പോർഷണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗിൽ മെയിൻലി 2 പാർട്ടായിരിക്കും ഉള്ളത്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് പാർട്ടും കൺസ്ട്രെയിൻസും. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് പാർട്ടാണ്. സോ ഒബ്ജക്റ്റീവ് പാർട്ടും സബ്ജക്റ്റീവ് പാർട്ടും തമ്മിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്കൊരു LPP പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണാലിറ്റി. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് അഡിറ്റിവിറ്റി. സോ ആഡിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു റിസോഴ്സസിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസിനെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റിയുടെ റിസോഴ്സസ് നമുക്ക് ഇൻഡിവിജ്വലായിട്ടോ കളക്റ്റീവായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും സാധിക്കണം. സോ അതാണ് അഡിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഡിവിസിബിലിറ്റി.
അതായത് നമുക്ക് എപ്പോഴും ഡിവിസിബിൾ ആവണമെന്നില്ല. അതായത് ഒരു LPP നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു വോൾ നമ്പർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ ദാറ്റ് ഈസ് ഡിവിസിബിലിറ്റി. ദെൻ സർട്ടണിറ്റി, അതായത് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതേപോലെ കൺസ്ട്രെയിൻസും ഉണ്ടായിരിക്കണം. സോ ഈ രണ്ട് കോഎഫിഷ്യൻറ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഒരു LPP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു കൺസ്ട്രെയിൻസ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും അതേപോലെ കൺസ്ട്രെയിൻസും തമ്മിൽ ടൈം ഡ്യൂറേഷനോ ടൈം പീരീഡ് ചേഞ്ചസോ ഒന്നും പാടില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഫൈനൈറ്റ്നെസ്, അതായത് ആക്ടിവിറ്റീസും കൺസ്ട്രെയിൻസും എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ LPP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഒപ്റ്റിമാലിറ്റി. ഒപ്റ്റിമാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം അല്ലെങ്കിൽ മാക്സിമം, ഏറ്റവും ബെസ്റ്റ്. സോ ഒരു കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് പ്രോഫിറ്റിൻ്റെ കേസ് ആണെങ്കിൽ മാക്സിമം പ്രോഫിറ്റാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് മിനിമം മാക്സിമം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് 2 പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. So the basic assumptions of LPP are proportionality, additivity, divisibility, certainty, finiteness and optimality. Next we are moving on to uses and application of LPP. സോ ഫസ്റ്റ് യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് LPP എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലും ഇൻഡസ്ട്രീസിലും മാനേജ്മെൻ്റ് ഒക്കെ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. സോ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്രോഡക്റ്റ് മിക്സ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ദീസ് ഓൾ ആർ ദി എക്സാമ്പിൾസ് ആക്ച്വലി. Product smoothing, media selection, traveling salesman problem, capital investment, transportation problem, assignment problem, blending problem, communication industry, railroad industry, staffing problem. So these all are the problems faced by an industry അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഓർ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയാസിലൊക്കെയാണ് നമ്മൾ മെയിൻലി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള രണ്ട് കൺസെപ്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇത് രണ്ടും നമുക്ക് അടുത്ത മൊഡ്യൂൾസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ലിമിറ്റേഷൻസ് ഓഫ് LPP. So first one is the major limitation of linear programming is that it treats all relationships as linear. This assumption may not hold good in many real life situations. അതായത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മളെ എല്ലാ കൺസെപ്റ്റ്സും എല്ലാ റിലേഷൻഷിപ്സും നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലീനിയർ ഇക്വേഷൻസിൻ്റെ ഫോമിലാക്കുന്നത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള പല സിറ്റുവേഷൻസിലും നമുക്ക് ഈ ഒരു കാര്യം പോസിബിൾ അല്ല. So that is one limitation. Then usually the decision variable would have physical significance only if they have integer value. But sometimes we get fractional value answer in linear programming. സോ നമ്മൾ ബേസിക് അസംപ്ഷനിൽ പറഞ്ഞായിരുന്നു ഡിവിസിബിലിറ്റി. സോ എപ്പോഴും ഡിവിസിബിൾ ആവണമെന്നൊരു സിറ്റുവേഷൻ വരില്ല. അതായത് എപ്പോഴും ഒരു വോൾ നമ്പർ ആവണമെന്നില്ല, ഫ്രാക്ഷൻസും വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ. Then all the parameters in the linear programming model are assumed to be non-constants, whereas in reality they are frequently neither non nor constraints. സോ നമ്മുടെ കോമൺ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽസ് ബേസിക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൺസ്ട്രെയിൻസ് ആയിട്ടാണ്. സോ അത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കൺസ്ട്രെയിൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് അറിയണതോ അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, ചില സമയത്ത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ തേർഡ് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെനി പ്രോബ്ലംസ് ആർ കോംപ്ലെക്സ് സിൻസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്ട്രെയിൻസ് ആർ ക്വൈറ്റ് എ ലാർജ് നമ്പർ. സോ ചില സമയത്ത് നമുക്ക് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ബിക്കംസ് കോംപ്ലെക്സ്. എപ്പോഴാണ് അവിടെ ആ ഒരു വേരിയബിളിൻ്റെ നമ്പേഴ്സ് കൂടുതലാവുമ്പോഴും അതേപോലെ ആ കൺസ്ട്രെയിൻസ് ഒക്കെ കുറേ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫുൾ കൺഫ്യൂഷൻസ് വരും. സോ ദാറ്റ് ബിക്കംസ് വെരി കോംപ്ലെക്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. സോ നമ്മൾ ആദ്യം പറഞ്ഞു നമുക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് എപ്പോഴും നമുക്ക് ലീനിയർ റിലേഷൻഷിപ്പാണ് ഷോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്കും അത് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല.
ദെൻ ദ സെക്കൻഡ് വൺ ഇസ് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഡിസിഷൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇൻഡിജർ വാല്യൂസ് ആവണമെന്നില്ല എപ്പോഴും കിട്ടുന്നത്, അതായത് വോൾ നമ്പേഴ്സ് ആവണമെന്നില്ല എപ്പോഴും കിട്ടുന്ന റിസൾട്ട്, ആൻഡ് ഫ്രാക്ഷണൽ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് നാദർ ഡിസഡ്വാൻറ്റേജ്. ദെൻ നമ്മൾ പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് വേരിയബിൾസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം കോംപ്ലക്സ്. അതേപോലെ തന്നെ നമുക്ക് കൺസ്ട്രെയിൻസിൻ്റെ നമ്പർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേഷൻ തന്നെ അല്ലെങ്കിൽ ആ ഒരു LPP ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഫോർമേഷൻ ഓഫ് LPP. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ആസ് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞു LPP എന്ന് പറയുന്നത് മെയിൻലി 2 പാർട്ടായിട്ടായിരിക്കും ഉള്ളത്. അതായത് ഒരു Z ഇക്വേഷൻ ഉണ്ടാവും, അതാണ് ഒബ്ജക്റ്റീവ്. അതാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതായത് മിനിമൈസിങ് പ്രോബ്ലം ആണോ മാക്സിമൈസിങ് പ്രോബ്ലം ആണോ എന്ന്. സോ ഇഫ് നമുക്ക് പ്രോഫിറ്റിൻ്റെ കേസൊക്കെയാണ് പറഞ്ഞെങ്കിൽ, പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണമെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് പറയാം ദാറ്റ് ഈസ് എ മാക്സിമൈസിങ് പ്രോബ്ലം. ഇൻ കേസ് കോസ്റ്റ് ആണ്, അപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ അതൊരു മിനിമൈസിങ് പ്രോബ്ലം. കോസ്റ്റ് നമ്മൾ എപ്പോഴും റെഡ്യൂസ് ചെയ്യണം അല്ലേ, പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ കൂട്ടാനും കോസ്റ്റ് എപ്പോഴും നമ്മൾ കുറയ്ക്കാനുമാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എപ്പോഴും മാക്സിമൈസിങ് പ്രോബ്ലമായിട്ടും കോസ്റ്റ് എപ്പോഴും മിനിമൈസിങ് പ്രോബ്ലമായിട്ടായിരിക്കും വരുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 1. ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2, mention the objective quantitatively and express it as a linear function of variable known as objective function. സോ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക, ആ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു മാക്സിമൈസിങ് ആണെങ്കിൽ മാക്സിമൈസിങ്, മിനിമൈസിങ് ആണെങ്കിൽ മിനിമൈസിങ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ദാറ്റ് ഈസ് കോൾഡ് ദ ഇസഡ് ഇക്വേഷൻ. ഇസഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ദ സ്റ്റെപ്പ് 3 is identify the constraints which are conditions stipulated in the problem. Constraints are those relating to availability of resources or conditions or quantity to be purchased or produced or sold, etc. Constraints are expressed in the form of linear inequalities or equations. So, first നമ്മൾ എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഇസഡ് ഇക്വേഷൻ എന്താണ്, മിനിമൈസേഷൻ ആണോ മാക്സിമൈസേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ നമ്മൾ മിനിമൈസിങ് ആണെങ്കിൽ മിനിമൈസിങ്ങിൻ്റെ ഇസഡ് ഇക്വേഷൻ എഴുതി, മാക്സിമൈസിങ് ആണെങ്കിൽ മാക്സിമൈസിൻ്റെ ഇസഡ് ഇക്വേഷൻ എഴുതി. ദെൻ നമുക്ക് കൺസ്ട്രെയിൻസ്, എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ഡൗൺ ചെയ്യുക. അതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസിനാണ് പറയുന്നത് സബ്ജക്റ്റ് ടു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് is the formation of this LPP, that is linear programming problem. ബേസിക് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് ഈ 3. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇറ്റ് ബിക്കംസ് മോർ ക്ലിയർ ടു യു. സോ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ദിസ്: എ മാനുഫാക്ചർ ഓഫ് ഫർണിച്ചർ മേക്സ് 2 products, ചെയർ ആൻഡ് ടേബിൾ. സോ 2 products ഉണ്ട് നമ്മുടെ കയ്യിൽ, ചെയറും ഉണ്ട് ടേബിളും ഉണ്ട്. Processing of these product is done on 2 machines. So ഈ ഒരു പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് 2 മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്, മെഷീൻ A ആൻഡ് മെഷീൻ B. A chair requires 2 hours on machine A and 6 hours on machine B. So ചെയറിന് 2 hours on machine Aയും 6 hours on machine Bയും ആണ്. A table requires 5 hours on machine A and no hours on machine B. Okay, so ടേബിള് മെഷീൻ എയിൽ 5 hours റിക്വയർ ചെയ്തിട്ടുണ്ട്, ആൻഡ് ആ ഒരു മെഷീൻ ബിയിൽ ആ ഒരു ചെയർ നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതാണ് ബിയിൽ നോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ 16 hours ടൈം പെർ ഡേ അവൈലബിൾ ഓൺ മെഷീൻ എ. സോ മെഷീൻ എക്ക് മൊത്തം 16 മണിക്കൂറുണ്ട്, ആൻഡ് മെഷീൻ ബിക്ക് മൊത്തം 30 മണിക്കൂറുണ്ട്. പ്രോഫിറ്റ് ഗെയിൻ ബൈ ദ മാനുഫാക്ചർ ഫ്രം ചെയർ ഇസ് ₹1 and from table as ₹5 respectively. Formulate the problem into LPP in order to maximize the total profit. So ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല മാക്സിമൈസിങ് പ്രോബ്ലം ആണോ മിനിമൈസിങ് പ്രോബ്ലം ആണോ എന്നുള്ള കാര്യം. സോ ഇവിടെ മാക്സിമൈസിങ് ആണ്, പ്രോഫിറ്റ് എത്രയാണെന്നാണ് LPP വഴി നമുക്കോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഫിറ്റ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് ₹1, ചെയർ എന്ന് പറയുന്നത് ₹1, ടേബിൾ എന്ന് പറയുന്നത് ₹5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈസിലി നമുക്ക് ഇസഡ് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു
മാക്സിമൈസ് 1x ആണ് 1x ആണ് 1x പ്ലസ് 5y. So 1x plus 5y. Z is equal to maximize 1x plus 5y. So നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ആണ് ഇതൊക്കെ. നമുക്ക് ചെയർ നമുക്ക് x ആയിട്ട് കൺസിഡർ ചെയ്യാം ആൻഡ് ടേബിൾ y ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് A എന്ന് പറയുന്ന പെർട്ടിക്കുലർ മെഷീനിൽ ചെയർ x എന്ന് പറയണത് 2 മണിക്കൂർ എടുക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ ബിയിൽ 6 മണിക്കൂറും. ടേബിൾ y എന്ന് പറയുന്നത് എയിൽ മാത്രമാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആൻഡ് ദാറ്റ് വിൽ ടേക്ക് 5 hours. ആൻഡ് ബിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നമ്മൾ 0 എന്ന് കൊടുത്തു. ആൻഡ് ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് മെഷീൻ എയിൽ 16ഉം മെഷീൻ ബിയിൽ 13ഉം ആണ്. സോ ദീസ് ആർ ദ കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൺസ്ട്രെയിൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്ന് നോക്കാം. സോ സബ്ജക്റ്റ് ടു ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, മെഷീൻ എ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീൻ എയിൽ നമുക്ക് ടോട്ടൽ 16 ടൈമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് പറയാം 2x പ്ലസ് 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അതായത് 16 മണിക്കൂർ, മാക്സിമം 16 മണിക്കൂറാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മെഷീൻ എയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് 2x പ്ലസ് 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 പറയുന്നത്. ഓക്കെ, ആൻഡ് മെഷീൻ ബിയുടെ കേസിലാണെങ്കിൽ ചെയർ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യണുള്ളൂ, പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ടേബിൾ നമുക്ക് അവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവിടെ ഒറ്റ കൺസ്ട്രെയിൻ ആണ്, അവിടെ ഒരു കൺസ്ട്രെയിൻ ഉള്ളത് എന്താണ്, 6x പ്ലസ് 0y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 30 hours ആണ്. സോ 30 hours നമുക്ക് ഒരിക്കലും കൂടാനായിട്ട് സാധിക്കില്ല. ആ 30 hours കുറയാം, പക്ഷെ അതിൽ കൂടാൻ പറ്റില്ല. ടോട്ടൽ ടൈം പെർ ഡേ എന്ന് പറയുന്നത് 30 ആണുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഇസഡ് ഇക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ആൻഡ് അടുത്ത 2 കൺസ്ട്രെയിൻസ് ആണ്. ഇത് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. ദാറ്റ് ഇസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, വൈയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ എക്സും വൈയും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇവിടെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകണില്ല. ഒരു LPP എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്ത പ്രോബ്ലമാണിത്. അതേപോലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. So next problem is, a home resourceful decorator manufactures 2 types of lamps, say A and B. So അവരുടെ കയ്യിൽ 2 types of lamp ഉണ്ട്, A and B. Both lamps go through 2 techniques. First a cutter, second a finisher. So ഇവരും A and B എന്ന് പറയുന്ന 2 ലാമ്പ് ഉണ്ട്. ആൻഡ് ഇവരും എന്ത് ചെയ്യണത്, 2 പ്രോസസ്സിൽ കൂടി ടെക്നിക്സിൽ കൂടി പോവുകയാണ്, കട്ടറും ഫിനിഷറും. ലാമ്പ് A requires 2 hours of cutter time and 1 hours of finishing time. Lamp B requires 1 hours of cutters and 2 hours of finish time. The cutters has 104 hours and finisher has 76 hours available time each month. Profit on the lamp A is 6 and on B lamp is ₹11. Formulate mathematical model. സോ ഇവിടെ നമുക്ക് ഫോർമുലേറ്റ് LPP എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മാത്തമാറ്റിക്കൽ മോഡൽ എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സിൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആണ്, സോ നമുക്ക് പറയാം അത് മാക്സിമൈസിങ് ആണ്. സോ മാക്സിമൈസിങ് മിനിമൈസിങ് കൺസെപ്റ്റ് എപ്പോഴും നമുക്ക് വരുന്നത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലായിരിക്കും. സോ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്കൊരു ടേബിൾ പോലെ അതിൽ തന്നെ വരച്ചിട്ട് കൺസ്ട്രെയിൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് ലാമ്പാണുള്ളത്. ഓക്കെ, ലാമ്പാണുള്ളത് A ആൻഡ് B. എന് നമുക്ക് X ആയിട്ടും ബിന് നമുക്ക് Y ആയിട്ടും എടുക്കാം. ആൻഡ് നമ്മുടെ കയ്യിൽ നമ്മുടെ മുമ്പിലുള്ള 2 ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കട്ടറും ഒന്ന് ഫിനിഷറുമാണ്. സോ കട്ടർ ആൻഡ് ഫിനിഷറിൽ റെസ്പെക്റ്റീവ്ലി എയും ബിയുടെയും വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്തു. ഓക്കെ, ആൻഡ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 100 ആണ് ഇൻ കേസ് ഓഫ് കട്ടർ, 104 ആണ് കട്ടറിൻ്റെ കേസിൽ, ഫിനിഷറിൻ്റെ കേസിൽ 76 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസ്ട്രെയിൻസിൽ പറയുന്നത്. അപ്പം നമുക്ക് പറയാം ഈ 2x പ്ലസ് 5y എന്ന് പറയുന്നത്, അതായത് 2x പ്ലസ് 1y 2x പ്ലസ് 1y എന്ന് പറയുന്നത് 104ൽ കൂടാനായിട്ട് പാടില്ല, ഈക്വൽ ടു ആകാം, കുറയാൻ സാധിക്കും. സോ അതൊരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് 1x പ്ലസ് 2y. 1x പ്ലസ് 2y, ദിസ് ഇസ് 1x 2y. സോ 1x പ്ലസ് 2y എന്ന് പറയുന്നത് 76ൽ കുറയാൻ പറ്റും, ഈക്വൽ ആവാൻ പറ്റും, പക്ഷെ കൂടാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ ദീസ് ആർ ദ 2 കൺസ്ട്രെയിൻസ്. സോ ഈ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു LPPയുടെ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം.
സോ ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഇസഡ് ഇക്വേഷനാണ് എഴുതേണ്ടത്. സോ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇസഡ് ഇക്വേഷൻ എപ്പോഴും മാക്സിമൈസ് ആയിരിക്കും. സോ ഇസഡ് മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 6x പ്ലസ് 11y. സോ 6x പ്ലസ് 11y ആവാൻ കാരണം പ്രോഫിറ്റ് ഓൺ എ ലാമ്പ് എന്ന് പറയുന്നത് 6 രൂപയും പ്രോഫിറ്റ് ഓൺ ബി ലാമ്പ് എന്ന് പറയുന്നത് 11 രൂപയാണ്. സോ 6x പ്ലസ് 11y. ഇനി നമുക്ക് സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് നോക്കാം. സോ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2x പ്ലസ് 1y. ടോട്ടൽ നമുക്ക് 104 ക്വാണ്ടിറ്റിയാണ് ഉള്ളൂ. സോറി ടൈമാണ് ഉള്ളൂ. സോ ദാറ്റ് ഇസ് this. Then the next one is 1x plus 2y less than or equal to 76. So here we have 1x, 2y, total value 76. So 1x ഉം 2y ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 76 എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല, 76 ഈക്വൽ ആവാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, LPP ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു ടേബിളിൻ്റെ ആവശ്യമില്ല, ഫോർ അണ്ടർസ്റ്റാൻഡിങ് പേർപ്പസിന് വേണ്ടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് കുറച്ചൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സൊല്യൂഷൻ ഓഫ് LPP. സോ നമുക്ക് രണ്ട് രീതിയിൽ LPP സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് വൺ ഇസ് ഗ്രാഫിക് മെത്തേഡ്. സോ ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ മെത്തേഡാണ് ആൻഡ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ദിസ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ട് പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സിംപ്ലക്സ് മെത്തേഡാണ് കുറച്ച് കോംപ്ലക്സ് അല്ല, ഇറ്റ് ഈസ് സിമ്പിൾ ആക്ച്വലി. ആൻഡ് കമ്പയർ ടു ഗ്രാഫിക് മെത്തേഡ് പറയുമ്പോഴത്തേക്കും ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ്, ബട്ട് ആക്ച്വലി ദാറ്റ് ഇസ് വെരി സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് LPP സോൾവ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡ്സ്. ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് ഓൺലി ഗ്രാഫിക് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഗ്രാഫിക് മെത്തേഡ്. സോ ഗ്രാഫിക് മെത്തേഡിൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു LPP ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു LPP ഫോർമുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിച്ചു. സോ ഒരു LPP ആക്ച്വലി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക ആൻഡ് ഫോർമുലേറ്റ് ചെയ്ത LPP നമ്മുടെ കൺസ്ട്രെയിൻസ്, അതായത് സബ്ജക്റ്റ് ടു കണ്ടീഷൻസിൽ വരുമ്പോഴത്തേക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ മാറ്റി നമ്മൾ അതിൽ നിന്നും ഈക്വൽ ടു സൈൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ആ x പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നാക്കുക. So that is convert all the less than or equal to sign into equal to sign. Then input all the values in the equation and plot in the graph. അതായത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ഇസഡ് ഇക്വേഷനിൽ നമ്മൾ ഓരോ എക്സിനും വൈക്കും ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് എക്സിന് 2 വാല്യൂസ്, വൈക്ക് 2 വാല്യൂസ്. ഇപ്പോൾ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലും അത്രയും നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ എക്സിന് 2 വാല്യൂ, വൈക്ക് 2 വാല്യൂ, അങ്ങനെ എത്ര കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ എത്ര കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ഫീസിബിൾ റീജിയൻ, അതായത് എല്ലാം വരുന്ന ഒരു റീജിയനാണ്, അതിനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫീസിബിൾ റീജിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പോൾ മിനിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ എന്നിട്ട് അത് ഇസഡ് ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇസഡ് ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതെടുക്കുക. ഇപ്പോൾ 0 ആണെങ്കിൽ നമുക്ക് 0 എടുക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ, നമ്മുടെ വേരിയബിൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ നമുക്ക് ഒരിക്കലും 0 എടുക്കാൻ പറ്റില്ല. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് വരുന്ന ലോവസ്റ്റ് വാല്യൂ ഏതാണോ അത് നമുക്ക് എടുക്കാം. മിനിമൈസിങ് ആണെങ്കിൽ, മാക്സിമൈസ് ആണെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഇസഡിൻ്റെ വാല്യൂ ഏതാണോ അതെടുക്കാം. സോ എക്സ് ആൻഡ് വൈയുടെ വാല്യൂ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ നമുക്കൊരു LPP സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയർ. സോ ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലോയിൽ പോയിക്കോളും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Z is equal to maximize x plus 5y, 2x plus 5y less than or equal to 60, 6x plus y less than or equal to 30, and x greater than 0, y greater than 0.
സോ ഇവിടെ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. ഫോർമുലേറ്റ് ചെയ്ത് LPP ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് LPP ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് കൺസ്ട്രെയിൻസിൻ്റെ കൺവേർഷനിലേക്ക് പോവാം. അതായത് സൈൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാം. സബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് ആണ് ഇത് രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ മാറ്റി ഈക്വൽ ടു സൈനിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം. സോ ഈ 2x + 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 നമുക്ക് 2x + 5y ഈക്വൽ ടു 16 6x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 6x + y ഈക്വൽ ടു 13 എന്നും എഴുതാം. ഓക്കെ, അതാണ് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ആ സൈൻ മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ ലെസ് ദാൻ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിലും ആ ഗ്രേറ്റർ ദാൻ എടുത്ത് കളഞ്ഞിട്ട് ഈക്വൽ ടു കൊടുത്താൽ മതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ജസ്റ്റ് എക്സിൻ്റെയും വൈക്കിൻ്റെയും എഴുതുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എക്സിനും വൈക്കും, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതിയ ഈ രണ്ട് ഇക്വേഷൻസ്, ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതിയിൽ എക്സിനും വൈക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത വാല്യൂ എന്താണെന്ന് വെച്ചാൽ 2x + 5y ഈക്വൽ ടു 60. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. സോ 2x, എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോഴത്തേക്കും എന്താവും? ടോട്ടൽ 6 ആകും. 5ൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും 10 ആകും. സോ 6 + 10 വിച്ച് ഇസ് ഈക്വൽ ടു 60. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതേപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടെ കൊടുക്കുക, ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ 8, 2ൻ്റെ വാല്യൂ 8 കൊടുത്തു. സോ 2 × 8 ഇസ് ഈക്വൽ ടു 60 ആൻഡ് 5യുടെ വാല്യൂ 0 കൊടുത്തു. സോ ടോട്ടൽ 16 ആണ് സൊല്യൂഷൻ വരുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു വാല്യൂ, ബോക്സ് കൊടുത്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ട് വരാം. ജസ്റ്റ് ആ ഒരു കണ്ടീഷൻ, ആ ഈക്വൽ ടു ആ ഒരു പർട്ടിക്കുലർ നമ്പർ കിട്ടണ്ടോ എന്ന് മാത്രം വെരിഫൈ ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് കേസും അതേപോലെ തന്നെ 6 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 30 ആൻഡ് വൈക്കും ഇപ്പോൾ 30 എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. സോ ടോട്ടൽ ഇക്വേഷൻ 30 തന്നെ. ദെൻ 6ൻ്റെ വാല്യൂ 4 കൊടുത്തു. സോ ദാറ്റ് ഇസ് 24. വൈയുടെ വാല്യൂ 6 കൊടുത്തു. സോ ഇറ്റ് ബിക്കംസ് 30. സോ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, ആ ഒരു ഇക്വേഷൻ സോൾവ് ആവണുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ നമ്മൾ അപ്പോൾ വേരിയബിൾസ് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. അതായത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ എഴുതിയേക്കുന്നത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ്. സോ 3, 2, 8, 0 ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കോർഡിനേറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ആ കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കുക. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കുക. സോ ആ ഒരു 3 കഴിഞ്ഞിട്ട് 4നും ഇടയ്ക്കായിട്ടാണ് വരുന്നത്. സോ അത് നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. സോ ഒരു ഏകദേശം ഒരു 3.2 ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. സോ അവിടെ 3.2 എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ആൻഡ് ഇവിടെ ഒരു ലൈൻ എക്സ്റ്റൻഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ 3.2ലേക്കാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യണുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഇതിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഏരിയയിലെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ LPPയുടെ ആക്ച്വൽ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, മാക്സിമൈസിങ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു 4 പോയിന്റ് നമ്മൾ ജസ്റ്റ് ABCD എന്ന് പറഞ്ഞ് കൊടുത്തു. ABCD എന്ന് പറഞ്ഞ് കൊടുത്തു. ആൻഡ് ഇതിൻ്റെ വാല്യൂസ്, അതായത് കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെടുത്ത് എഴുതുക. സോ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 0 ആണ്. ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 5, 0 ആണ്. ദെൻ സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5, 1.5 ആണ്. 5, 1.5 ആണ്. ദെൻ ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, 3.2 ആണ്. സോ കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തെഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Z is equal to maximize x plus 5y. ഇതാണ് നമ്മുടെ Z ഇക്വേഷൻ. സോ ഈ Z ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ നമ്മൾ അപ്ലൈ ചെയ്തു. Z ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ മാക്സിമം ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്.
സോ എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 3.2 ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. ദാറ്റ് ഇസ് ഇസഡ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 60. സോ ഇവിടെ ഒരു മാക്സിമൈസിങ് പ്രോബ്ലം ആയതുകൊണ്ടാണ് നമുക്ക് ഇസഡ് ഇക്വേഷൻ 60 ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്, പറയാൻ പറ്റുന്നത്. ആൻഡ് ഇഫ് കേസ് ഇതൊരു മിനിമൈസിങ് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് 0 ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് 0 എക്സും വൈയും 0 ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല ഇസഡ് ഇക്വേഷൻ 0 ആണെന്ന്. അപ്പോൾ മിനിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഇസഡ് ഇക്വേഷൻ 5 ആണെന്ന് പറയാൻ സാധിക്കും. ആൻഡ് സിൻസ് ദിസ് ഇസ് എ മാക്സിമൈസിങ് പ്രോബ്ലം, എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 3.2 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 60. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യുന്നത്. സോ ഗ്രാഫിക്കൽ മെത്തേഡ് വളരെ സിമ്പിളാണ്. ഒന്നും കൂടെ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു LPP കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് LPP ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻസൊക്കെ നമ്മൾ ഈക്വൽ ടു സൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ എക്സിനും വൈക്കും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. ആ ഒരു സബ്ജക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ സോൾവ് ആവണം. അത് മാത്രം വെരിഫൈ ചെയ്താൽ മതി. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ ഈ കൊടുത്ത വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ആൻഡ് ആ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് സ്കെയിൽ വെച്ച് കറക്റ്റ് മെഷർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കാം. സോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു 3.2 ആണ് വരുന്നത്. ആൻഡ് ആ 3.2 വരുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ വരുന്ന, അതായത് ഈ ഒരു ഇക്വേഷൻ്റെയും ഈ ഒരു ഇക്വേഷൻ്റെ എല്ലാ ഏരിയയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എല്ലാം കൂടി ചേരുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. അതിന് ABCD എന്ന് പറയുന്ന വാല്യൂസ് കൊടുത്തു. എന്നിട്ട് ഈ ഒരു കോർഡിനേറ്റ്സ് ABCD എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. ആൻഡ് ഇസഡ് ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് മാക്സിമൈസിങ് ആണെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും ആ ഒരു ഇസഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, എക്സും വൈയുടെയും വാല്യൂ. ദെൻ മിനിമൈസിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 5 എടുക്കും. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫിക്കൽ മെത്തേഡ്. സോ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആൻഡ് സിംപ്ലക്സ് മെത്തേഡും സിമ്പിളാണ് ആസ് കമ്പയർ ടു ഗ്രാഫിക് മെത്തേഡ്. കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Please do subscribe to the channel. Thank you.